മാഷേ സിനിജി, ബിനീഷ് കൊടിയേരുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് PK ഫിറോസിന്റെ അനിയനെ മയക്കുമരുന്ന് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ ഇതേ അനുഭവം തൻ്റെ കാര്യത്തിൽ തന്നെ കാട്ടിക്കൊടുക്കാനും അല്ലെങ്കിൽ തന്നെ പൊതുസമൂഹത്തിൽ നാറ്റിച്ചത് PK ഫിറോസ് ആണ് എന്ന തരത്തിലാണ് ബിനീഷ് കൊടിയേരുടെ പോസ്റ്റ്. തൻ്റെ അച്ഛനെ ലഹരി കടത്തുകാരൻ്റെ അച്ഛൻ എന്ന് വരെ വിളിക്കാൻ ഈ ഇടയാക്കിയത് ഫിറോസിന്റെ വാക്കുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നീണ്ട പോസ്റ്റാണ് ബിനീഷ് കൊടിയേരി ഇട്ടേക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും പറയുമ്പോൾ ബിനീഷ് കൊടിയേരി അന്ന് ഒരുപാട് അനുഭവിച്ചു എന്നുള്ള സത്യം. ഇപ്പോൾ ഇവിടെ PK ഫിറോസിന്റെ കാര്യം ശരിയാണ്. PK ഫിറോസിന്റെ സഹോദരനാണ് ഈ മയക്കുമരുന്ന് കേസിൽ പെട്ടിരിക്കുന്നത്. PK ഫിറോസ് നേരത്തെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവർ ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാരാണ്, അവരുടെ ബന്ധുക്കൾ ഏതെങ്കിലും കേസിൽ പെട്ടാൽ അവർ സ്വന്തം സ്ഥാനം ത്യജിക്കണം, എന്നിട്ട് അവർ കുറ്റാരോപിതരായതിനു ശേഷം ആ സ്ഥാനത്തേക്ക് തിരിച്ചു വരട്ടെ. അങ്ങനെയാണെങ്കിൽ PK ഫിറോസിന്റെ സഹോദരൻ ഈ ഒരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ PK ഫിറോസിന് ഇത് കാലങ്ങളായിട്ട് അറിയാമായിരിക്കുമല്ലോ ഇയാൾക്ക് ഇത്തരത്തിലുള്ള ലഹരി മാഫിയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ PK ഫിറോസ് ഏതാണ്ട് നാളുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പറയുന്നു, കേരളത്തിലേക്ക് ഇതിനു മാത്രം ലഹരി എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്, ഇതിൻ്റെ ഫ്ലോ നിയന്ത്രിക്കാൻ എന്താണ് നമ്മുടെ സർക്കാരിന് സാധിക്കാത്തത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, വളരെ അതിശയോക്തി കലർന്ന സ്വരത്തിൽ പറഞ്ഞ. ഇപ്പോൾ PK ഫിറോസിന്റെ സഹോദരൻ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ ഒരുപക്ഷെ PK ഫിറോസിനെ മാറ്റി നിർത്തിയേക്കും, അല്ലെങ്കിൽ PK ഫിറോസ് സ്വയം മാറി നിൽക്കും. അപ്പോൾ ബിനീഷ് കൊടിയേരി അനുഭവിച്ചതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മനസ്സിലാക്കി മുസ്ലിം ലീഗ് നിലപാടെടുക്കും. അങ്ങനെ മനസ്സിലാക്കാമോ മാഷെ? അല്ല, ഓരോരോ സാഹചര്യങ്ങളിൽ ഓരോരോ രാഷ്ട്രീയ നേതാക്കളെ അവർക്ക് എങ്ങനെയാണ് തൻ്റെ പ്രസംഗം കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ എഡ്ജ് കിട്ടുക എന്ന് നോക്കി വലിയ വലിയ തത്വങ്ങളൊക്കെ പ്രഖ്യാപിക്കും. അത് സ്വന്തം കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, സ്വന്തം ശരീരത്തിലേക്ക് കയറുന്ന സമയത്ത് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് നമ്മളുടെ മുന്നിൽ അഭിനയിക്കും. ഫിറോസിനി ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ കാലം വരികയാണ്. എന്തൊക്കെ കാര്യം എന്ന് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നോക്കിയിരുന്ന് കാണാം. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ ഒരു കാരണവശാലും പഴയ കാലത്ത് മഹാത്മാഗാന്ധി പറഞ്ഞ വാചകങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏഴായാലത്ത് പോലും വരുത്താനായിട്ട് തയ്യാറല്ല. അതിൽ വളരെ കാർക്കശ്യം കാണിക്കുകയാണ് ചെയ്തത്. വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഒരു കാലത്തും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കില്ല. പ്രവൃത്തി വേറെ, വാക്ക് വേറെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പക്ഷെ ഈ ബിനീഷ് കൊടിയേരിയുടെ പേര് പറഞ്ഞുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? അല്ല, കോടിയേരി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ രണ്ട് മക്കളെ കൊണ്ട് പൊറുതു കിട്ടി വളരെ ബുദ്ധിമുട്ടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ജീവിതത്തിന് വലിയ വിഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നമുക്കറിയാം ഈ രണ്ട് മക്കളുടെ കേസുകൾ. ഒരാൾ കഞ്ചാവ് കച്ചവടക്കാരും മറ്റുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ആൾ എന്ന നിലയ്ക്ക് വലിയ വാർത്തകൾ വന്നു. മറ്റേയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പെൺകുട്ടിയുടെ ജീവിതവുമായിട്ട് അവരെ പീഡിപ്പിച്ചു. അങ്ങനെ വലിയ തരത്തിൽ അതൊക്കെ എത്രയോ വലിയ വിവാദങ്ങളായിരുന്നു എന്നുള്ളതാണ്. കൂടെയുള്ള ആർക്കും ഈ രണ്ട് കാര്യങ്ങളിലും ഒപ്പം നിൽക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരത്ത് കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത നിലപാടെന്ന് പറയുന്നത് മക്കളുടെ പാടായി അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നുവോ, എന്ത് കുറ്റം ചെയ്യുന്നു അതിനൊരു ശിക്ഷ നേടട്ടെ, അല്ലെങ്കിൽ അവർ കോടതി വിചാരണയ്ക്ക് വിധേയമാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. കോടതിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെയൊക്കെ അത്തരത്തിൽ അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് അങ്ങനെ കോടിയേരി എടുത്ത നിലപാടല്ല പിണറായി വിജയൻ എടുക്കുന്നതെന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു അച്ഛനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി വിജയൻ ഇപ്പം സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു. അന്ന് പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ പറഞ്ഞത് ഇത് പിണറായി വിജയനെ അലട്ടുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുഴി ചാടിക്കാനാണ്. സത്യത്തിൽ സ്വന്തം മകളുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടായപ്പോൾ എന്തിനാണ് ഈ CPM നേതാക്കൾ ഇങ്ങനെ ഒരു പ്രതിരോധം തീർക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ അത് ചെയ്യണമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എൻ്റെ മകൻ കുറ്റക്കാരനാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കട്ടെ, എന്നിട്ട് സ്വന്തം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനും സന്നദ്ധനായ വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ഈ PK ഫിറോസിൻ്റെ കാര്യത്തിലോ പിണറായി വിജയൻ്റെ കാര്യത്തിലോ ഇത് സംഭവിക്കുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ലഹരിയൊക്കെ എതിർക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായും ഒരു നേതാവിൻ്റെ സഹോദരനെ ലഹരി കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കെതിരെ കർശനമായ നടപടി എടുക്കണം. കാരണം ഇത്തരം ലഹരികൾ, മദ്യം, അതുപോലെ തന്നെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് സ്വയം അവകാശപ്പെടുന്നു. അപ്പോൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. തൻ്റെ പാർട്ടിയിൽപ്പെട്ട വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിന്, അല്ലെങ്കിൽ നേതാവിൻ്റെ സഹോദരൻ ഇത്തരം ഒരു
ഒരു ബന്ധമുണ്ട്. ഇപ്പോൾ പി കെ ഫിറോസ് ചോദിച്ചാണ് എവിടെ നിന്നാണ് ഇത്രയധികം ലഹരി വരുന്നത്, ഈ ഒഴുക്ക് എവിടെ നിന്നാണ് വരുന്നത്, ഇതൊക്കെ ചോദിക്കുമ്പോൾ സ്വന്തം സഹോദരൻ ഇത്തരത്തിലുള്ള അല്ല, ചില ഈ ഇടപാടുകൾ സ്വന്തം സഹോദരനോട് തന്നെ അദ്ദേഹത്തിനുമാക്കി ചോദിക്കാം, അതാ അപ്പൊ എന്റെ അറിയില്ലെന്ന് അനുജ, പറയാൻ പറ്റുമോ? പൊന്നെ അനുജ, എവിടെ നിന്നാടാ ഇതൊക്കെ നീ കൊണ്ട് അല്ലേ? ഒന്ന് പറ. വളരെ കൃത്യമായിട്ട് ഉത്തരം കിട്ടും. എന്നെ ഇങ്ങനെ നാളെ എടുത്താതെ നീ കാര്യം പറ, എവിടെന്നാ ഇത് വന്നത്? അല്ല, അങ്ങനെ ചെയ്താൽ അതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ അറിവുകൾ കിട്ടും എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത് എന്നുള്ളത്. അതെ, അത് ശരിയാ. അദ്ദേഹം പൊതുസമൂഹത്തിൽ വന്ന് വലിയ പ്രഭാഷണങ്ങൾ, ഗിരിപ്രഭാഷണങ്ങൾ നടത്തുന്നതിന് പകരമായിട്ട് അനുജനോട് രഹസ്യമായിട്ടെങ്കിലും ചോദിച്ച് അതൊന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അല്ല, മനസ്സിലാകും, ബിനീഷ് ഗുണകരമായി. കുര്യനോട് ചോദിച്ച ആളല്ലേ അതെ അത്? അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനിയനോട് ചോദിക്കാനുള്ള സാമാന്യമായ ഒരു ബോധം ഒരു ഉണ്ടാവണം. ഒരു ധാർമ്മികത ധാർമ്മികത ഉണ്ട്. ഉണ്ടാവണം. ഇത് മാത്രമല്ല, ഈ പി കെ ഫിറോസും സഹോദരനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ പോലീസ് അതെ, നൽകുന്ന ഭാഷ്യം. അതെ. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തികം അനുജൻ അങ്ങോട്ട് കൊടുത്തോ അല്ലെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് കൊടുത്തോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ഈ സാമ്പത്തിക സ്രോതസ് ഒന്ന് തെളിവാക്കട്ടെ. ഇവൻ എവിടെ നിന്ന് ഇത്രയധികം പണം കിട്ടി, ഒരു രാഷ്ട്രീയക്കാരൻ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കൈമാറ്റം ചെയ്യാനുള്ള വഴി എന്താണ്? അപ്പം ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് ലഹരി ഇടപാടുകളിലൂടെ ലഭിച്ച ലാഭവിഹിതം കൊണ്ടാണെന്ന് ആരോപണമായിട്ട് SFI DYFI നാളെ രംഗത്ത് വരും. അതിനെ പ്രതിരോധിക്കാൻ ഈ ഫിറോസ് മുൻകൈ എടുക്കേണ്ടി വരും. മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തുമാകാം, CPM-നെതിരെ വരുമ്പോൾ മാത്രമാണ് പ്രശ്നം. ഈ രീതിയിലേക്ക് പൊതുസമൂഹം ചർച്ചയും കൊണ്ടുപോയില്ലേ? അല്ല, അത് CPM ഉയർത്തുന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണല്ലോ. കാരണം CPM-ന്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എതിരെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ബാക്കി എല്ലാവരും കൂടി അതിശക്തമായിട്ടുള്ള രീതിയിൽ അതിനെ എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ യൂത്ത് നേതാവ് അദ്ദേഹത്തിൻ്റെ അനുജൻ നമ്മളുടെ ഈ കാലം എന്ന് പറയുന്നത് ലഹരിയുടെ ഒരു കാലമാണ്. അതിനെതിരെ നമ്മുടെ സമൂഹം അതിശക്തമായിട്ട് നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് സാധാരണ മുസ്ലിം ലീഗും മുസ്ലിം നേതൃത്വവും ഒക്കെ പറയുന്നത് എന്താണ്, ഞങ്ങൾക്കിതെല്ലാം ഹറാമാണ് എന്നാണ്, അല്ലേ? ലഹരി ഹറാമാണ്, കഞ്ചാവ് ഹറാമാണ്, എല്ലാം എല്ലാം ഹറാമാണ്. നമുക്ക് ഉപയോഗിക്കാൻ ഹറാമില്ല. അതില്ല, ഉപയോഗിക്കുന്നതിന് അല്ല, അത് വലിയ വലിയ കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്ന സാധനമാണ്. കാരണം ഒരു കാരണവശാലും അവരിൽ ബഹുഭൂരിപക്ഷം അവരങ്ങനെ ചെയ്യുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ ആളുകൾ, പ്രത്യേകിച്ച് നേതൃത്വ നിരയിലിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളൊക്കെ ഇതിൽ ചെന്നപ്പെടുകയും അവർ ആ ബിസിനസ്സിൽ പണം മുടക്കുന്ന ആളുകളൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവരെ കർശനമായിട്ട് വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു തർക്കവും കാര്യത്തിലില്ല. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒരു ധാർമ്മികതയുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പർശം, ധാർമ്മികത ഒന്നും പിന്നെ എല്ലാവർക്കും അറിയാം, എങ്കിലും എന്തെങ്കിലും അതിനകത്തുനിന്ന് വേണ്ടേ ഫിറോസ് എന്ന് ചോദിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. ശരിക്കും പന്ത് ബിനീഷ് കോടിയേരിയുടെ കോർട്ടിലാണ് അല്ലേ? അയാൾ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു, സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നു, അത് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യില്ല. അപ്പൊ ബാക്കിയുടെ അയാൾ എന്തൊക്കെയോ പറയുന്നില്ലേ? അതെ, അയാൾ പറയുന്നത് എന്റെ ജീവിതത്തിന്റെ തലകുറി മാറിയ മണിക്കൂറുകൾ, ദിവസങ്ങൾ അന്നും ഇന്നും നിങ്ങളുടെ രാഷ്ട്രീയ ചൂതാട്ട പലകയിലെ ഒരു കരു മാത്രമാണ് ഞാൻ എന്നെനിക്കറിയാം. നിങ്ങൾക്ക് MLA-യോ മന്ത്രിയോ ആവാൻ നിസ്സാരനായ എന്നെ എന്തിന് കരുവാക്കി എന്ന ചോദ്യം എന്നെങ്കിലും നിങ്ങളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ ദിവസം വന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ദിവസം ഞാൻ അത് ചോദിക്കുന്നില്ല. പകരം ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് മാത്രം ഓർക്കുന്നു. ഒരു വർഷവും ഒരു ദിവസവും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടന്നു. ആയുസിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈ എടുത്ത് വെട്ടിമാറ്റി എൻ്റെ 366 ദിവസങ്ങൾ. പോട്ടെ, നിങ്ങൾ എത്ര പരുഷമായി കുറ്റം പറഞ്ഞാലും ശാപം കൊണ്ട് മൂടിയാലും എൻ്റെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആ ദിവസങ്ങൾ എനിക്ക് പകരം ലഭിക്കില്ല. അത് ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു മകൻ എന്ന നിലയിൽ ഞാൻ മറക്കാൻ പാടില്ലാത്ത ചിലതുണ്ടല്ലോ. എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു. അത് നിങ്ങൾക്കും അറിയാമായിരുന്നിരിക്കണം. രക്ഷപ്പെടാൻ 1000% സാധ്യത പോലും ഇല്ലാത്ത ഗുരുതര രോഗം. ലോകത്തിലെ ഏത് കൊടും കുറ്റകൃത്യം ചെയ്ത ആളാവട്ടെ അത്തരമൊരു രോഗാവസ്ഥയിൽ അച്ഛനെ പരിചരിക്കാൻ ഏത് മകനും ആഗ്രഹിക്കുമെന്ന ഫിറോസ് നിങ്ങൾക്കും അറിയാമല്ലോ. ആ സൗഭാഗ്യമാണ് നിങ്ങൾ എനിക്ക് ഇല്ലാതാക്കിയത്. പറയൂ, ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാപ്പ് തരേണ്ടത്? ഞാൻ ജയിലിൽ പോകുന്നതിന് മുൻപ് ആരോഗ്യം വീണ്ടെടുത്ത് നിന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയായി എന്ന് ഫിറോസ് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ? എൻ്റെ കെട്ടകാലത്തിൻ്റെ കാരണക്കാരനായ നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട്. ഓർമ്മകൾ പ്രാന്തമായി ചൂളം കുത്തി വിളിക്കാറുണ്ട്. ഫിറോസ്, നിങ്ങളെ ഞാൻ മറക്കണമോ? ഒരു സിനിമ. അതെ, അദ്ദേഹം സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ കൂടി ആകാം. പക്ഷേ അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മകൻ്റെയും അച്ഛൻ്റെയും വേദന നിഴലിക്കുന്നത്. വളരെയധികം പീഡനത്തിന് വിധേയമായിരിക്കുന്ന ബിനീഷിനെ സംബന്ധിച്ചോളം, അല്ല അങ്ങനെ ആയിരിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ദിവസമാണിത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഈ ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയാനായിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും അതുപോലെ അതിൻ്റെ നേതൃത്വം ബാധ്യസ്ഥമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.